ഹേ ഗൈസ്, ഞാനിന്ന് പോവാണെന്ന് പറഞ്ഞ നാട് വിട്ടാണ്. എന്തായാലും ബാഗും കാര്യങ്ങളും എടുത്താണ്ട് ഞാൻ ഇറങ്ങി. എവിടേക്ക് നാട് വിടണൊക്കെ ഞാൻ പറഞ്ഞു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളി. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ പള്ളിയിൽ കയറിയിട്ട് നമ്മൾ പോകുന്നത്. അങ്ങനെ നിസ്കാരൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ ഓൽക്ക് രണ്ടാക്കും കൈ കൊടുത്താണ്ട് നമ്മൾ പോവാണ് പറഞ്ഞത്. ഞാൻ പോവാണ് പറഞ്ഞപ്പോൾ ഓൽക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കണം. അങ്ങനെയൊന്നും ഓല് ഹാപ്പി ആയി ഇരിക്കട്ടെ. എന്നെ കൊണ്ടാക്കാൻ വരുന്നത് ഫിനാണ്. ഇടയ്ക്കിലെത്തിയപ്പോൾ തന്നെ കാർമേഘം നല്ലോണം മൂടി. മഴ പെയ്യോ ഇല്ല എന്നുള്ള രീതിക്കാണ് നമ്മളെ പോക്ക്. ഞങ്ങൾ ചന്തക്കുന്ന് എത്തിയപ്പോൾ മഴ അവിടെ പെയ്തു പോയി. എന്നാലും നല്ല കാർമേഘം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മള് റെയിൽവേക്ക് എത്തി. ഞാൻ റെയിൽവേക്ക് എത്തി 2 മിനിറ്റ് കഴിഞ്ഞേക്ക് പെരും മഴ. എന്തായാലും ഞാൻ കഴിച്ചിലേക്കണ്, ഓനാണ് പെടുക. പോവാൻ നേരത്തെ ഓനക്ക് കയ്യേനില്ല വെച്ചപ്പോ ഞാൻ ഓനക്കൊരു ഹഗ്ഗാട്ടോ കൊടുത്തേ. എന്തായാലും എനിക്ക് പോകാനുള്ള വണ്ടി ഇവിടെ എത്തിയേക്കണം. അങ്ങനെ ഇന്നെ ട്രെയിനിൽ കയറ്റിട്ട് ഓൻ പെരുകി പോയി. 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്നെ ട്രെയിൻ എടുത്തേക്കണം. ആറ്റിറ്റ്യൂഡിൽ ഒരു സെൽഫി വീഡിയോ എടുത്തപ്പോൾ സാഡായ പോലെ. പിന്നെ സീറ്റ് പോയിരുന്നിട്ട് കുറച്ചു നേരം പാട്ട് കേട്ടു. അങ്ങനെ ഒരു 5-6 പാട്ട് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഷൊർണൂരെത്തി പുറത്തിറങ്ങിയപ്പോ ഉണ്ട് അവിടെ നല്ല മഴ. ആ മഴന്റെ ഒരു ഫീലിൽ ഒരു ചായ വെച്ചപ്പോ ഇയാൾ എനിക്കുള്ള ചായ വെച്ചപ്പോ തരാ അവിടെ തല്ലുണ്ടാക്കാനൊന്നും നിന്നില്ല. അതിന്റെ മുമ്പ് തന്നെ എനിക്കൊരു ചായ, അതുകൊണ്ട് മൂപ്പര് കഴിച്ചില്ലായി. അങ്ങനെ മഴ നോക്കി ഇങ്ങനെ ചായ കുടിച്ചു. ആ ഒരു ചായ കഴിഞ്ഞപ്പോ തന്നെ ട്രെയിൻ എടുക്കാനൊരു സമയമായിക്കണം. മഴ കൊണ്ട് ഭാരത് പോയാണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയിരിക്കണേ 9 ആയിക്കണിട്ട് എത്തിയപ്പോ തന്നെ എന്റെ പുറത്തേക്കുള്ള വയ്യ ഏതാ നോക്കി നടക്കണം ഞാൻ. അവസാനം എങ്ങനെയൊക്കെ ഞാൻ പുറത്തെത്തിയിരിക്കണേ. ഇനി നമുക്ക് മെട്രോ ഒക്കെ കയറിയിട്ട് വേണം പോവാന്. അങ്ങനെ നമ്മള് മെട്രോയിലെത്തി ടിക്കറ്റ് കൊടുത്തുട്ടോ. ഗൈസ്, ഞാൻ ഈ നാട് വിട്ടു വന്ന് പറഞ്ഞത് ഈ കൊച്ചിക്കാണ്. പിന്നല്ലേ പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മളെ ബാഗ് കൂട്ടണം. ഒന്നും നോക്കിയില്ല, ഞാൻ എന്റെ ബാഗ് അതിൻ്റെ ഉള്ളിൽ കൂടെ വിട്ടു. സൗണ്ട് കേട്ടപ്പോ തന്നെ ഞാൻ പേടിച്ചു കേട്ടോ. അറിയാൻ പറ്റില്ലല്ലോ പുറത്തുനിന്ന് ആരെങ്കിലും എന്റെ ബാഗ് എന്തെങ്കിലും ഇട്ടിക്കണെങ്കിലോ. പക്ഷെ ആരും ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ സേഫാണ്. എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ഒന്നും കയറാൻ നിന്നില്ല. അത് പൊതുവെ മലയാളികൾ അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യത്തിനും ഒരു മടികാരം. ഞാൻ ആലുവ ഭാഗത്തേക്കാണ്, പക്ഷെ ഇന്റെ പണെങ്കിൽ ഒരു കുട്ടിയില്ല. ഞാൻ വിചാരിച്ചു വയ്യൊന്നും മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മള് ബാഗ് അവിടെ നമ്മൾ സൈഡാക്കി. 2 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മളെ വണ്ടി എത്തിയേക്കണേ. ഒരു സീറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ മെട്രോന്ന് ഇറങ്ങി നമ്മൾ പുറത്തെത്തി. പക്ഷെ ഇവിടുന്ന് ഞാൻ ശരിക്കും പെട്ടു. സ്റ്റെപ്പ് ഇറങ്ങാതെ ഒരു നിവർത്തില്ല. അങ്ങനെ 2 കൽപ്പിച്ച് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി. മുതലാളി കുളിച്ചപ്പോ തൊട്ടടുത്താണ് നമ്മളെ ഷോപ്പ് പറഞ്ഞത്. സിഗ്നലിന്റെ അടുത്തെത്തിയപ്പോ തന്നെ നമ്മളെ ഷോപ്പ് നമ്മൾ കണ്ടുട്ടോ. അങ്ങനെ നമ്മള് ഷോപ്പിൽ എത്തിക്കണം കേട്ടോ. ഇത് എവിടെ പോണെന്ന് വെച്ചാൽ എനിക്കുള്ള റൂം കാണിച്ചു തരാനാണ് കേട്ടോ. അങ്ങനെ ഗായ്സ് ഇന്റെ റൂമൊക്കെ എത്തിക്കണം കേട്ടോ ഞാൻ. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളി. കൊച്ചിത്തെ വ്ളോഗായിട്ട് നമ്മൾ പിന്നെയും വരും. ബാക്കി പിന്നെ